ഒരു അസറ്റ് വാങ്ങിച്ച് സ്വന്തമാക്കണോ അതോ ലീസിനെടുക്കണോ? ഏതാണ് നല്ലത്? മലയാളിക്ക് എപ്പോഴും സ്വന്തമാക്കുന്നത് തന്നെയാണ് ഇഷ്ടം. ചില സമയത്ത് ലീസ് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പക്ഷെ അതെങ്ങനെ മനസ്സിലാക്കാം? സ്മാർട്ട് CFOs ചെയ്യുന്ന ഒരു പരിപാടി നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. NPV. ഒരു അസറ്റ് വാങ്ങിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഔട്ട്ഫ്ലോ പോകുന്നുണ്ട്. അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമുക്കത് അസറ്റ് സ്വന്തമാകുന്നു, നമുക്കതിൻ്റെ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നു, അതൊരു എക്സ്പെൻസ് ആണല്ലോ. അതുപോലുള്ള പല ഗുണങ്ങൾ. നമ്മളൊരു ലോണിലാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിനുള്ള ഇൻട്രസ്റ്റ്, അതിൻ്റെ ഡിഡക്ഷൻസ്, അങ്ങനെ പല ബെനിഫിറ്റ്. ഡിപ്രിസിയേഷൻ പല വർഷങ്ങൾ കൊണ്ട് ഇറ്റിറ്റ് കിട്ടുന്ന ഒരു എക്സ്പെൻസ് ആണ്. എന്നാൽ ലീസ്റ്റ് എക്സ്പെൻസിലോട്ട് പോകുമ്പോൾ അത് ഒറ്റ തവണയായിട്ട് വലിയ എമൗണ്ട് ആയിട്ട് നമുക്ക് എക്സ്പെൻസിൽ നിന്ന് ഡിഡക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇന്ന് പല ബിസിനസ്സുകളും ബിസിനസ് ഓപ്പറേഷൻസ് നടത്തുന്നത് സ്വന്തമായുള്ള കെട്ടിടത്തിലോ സ്ഥലത്തിലോ അല്ല, സ്വന്തം മെഷീനറിയുമല്ല. ലൂലു തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കൂ. ലൂലു ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ മിക്കതും ലീസ്റ്റാണ്. ഇന്ന് പല ബിസിനസ്സുകളുടെയും കെട്ടിടം പോലും ഒരു വാടകയ്ക്ക് എടുത്താണ് നടത്തുന്നത്. അവർക്ക് മാസാമാസം ഇതിനുള്ള റെന്റോ ലീസ് പ്രോപ്പർട്ടിയോ റെന്റോ കൊടുത്താൽ മാത്രം മതി. പക്ഷെ ഇതിലുപരി ഇവർ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒറ്റയടിക്ക് ഇത്രയും പൈസ പോകാതിരിക്കുമ്പോൾ ഈ പൈസ പൂട്ടിവെച്ച് ലോക്കറി വെക്കുകയല്ല അവർ ചെയ്യുന്നത്. ആ പൈസ യഥാർത്ഥമായി ഉപയോഗിച്ച് ഈ കിട്ടുന്നതിലും കൂടുതൽ മൂല്യം എടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ ലക്ഷ്യം. ഇന്ന് കയ്യിലിരിക്കുന്ന 100 രൂപയിൽ 10 രൂപ ലീസ് റെന്റൽ കൊടുക്കുന്നു, അഡ്വാൻസ് കൊടുക്കുന്നു, നമുക്കെടുക്കാം 20 രൂപ അങ്ങനെ പോയെന്നിരിക്കട്ടെ. മാസാമാസം അത് കൊടുത്തോണ്ടിരിക്കും. മിച്ചമുള്ള 80 രൂപയെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നുള്ള ഫണ്ട് എടുത്ത് ഈ ലീസ് റെന്റ് അടയ്ക്കാനും ആ 80 രൂപയെ 800 രൂപയാക്കുകയുമാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെയുള്ള ബെനിഫിറ്റുകളും കോസ്റ്റുകളും എല്ലാം കൂടെ എടുത്ത് ഒരു സ്മാർട്ട് CFO ഇത് വർക്ക്ഔട്ട് ചെയ്ത് മുന്നോട്ടുള്ള ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് നോക്കി ഇന്നത്തെ വിലയിൽ എടുക്കുന്ന ഡിസിഷനെയാണ് NPV എന്ന് പറയുന്നത്. ദാറ്റ്സ് ദ റൈറ്റ് വേ, ദാറ്റ്സ് എ സ്മാർട്ട് വേ ടു മേക്ക് എൻ ഇൻവെസ്റ്റ്മെന്റ്.